ഇനി വളരെ പ്രധാനപ്പെട്ട രാജ്യാന്തര വാർത്തയിലേക്ക് പോകാം. ഇറാനിൽ അതിശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക. ഇറാൻ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും വിക്ഷേപണ കേന്ദ്രങ്ങളിലുമാണ് US ആക്രമണം നടത്തിയത്. ഉപരോധം ലംഘിച്ച് ഇറാന്റെ ഖർഗ് ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ച ടാങ്കർ കപ്പലിന് നേരെയും US സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തി. അതേസമയം കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഇറാൻ അമേരിക്ക യുദ്ധം അത് വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇറാനെ ശക്തമായി അമർച്ച ചെയ്യാനുള്ള എല്ലാ സന്നാഹങ്ങളും എല്ലാ യുദ്ധ നീക്കങ്ങളും അമേരിക്ക നടത്തുകയാണ്. ശക്തമായി ഇറാൻ്റെ നേരെ ആക്രമണം നടത്തുന്നു. ചെറിയ പ്രത്യാക്രമണങ്ങളൊക്കെ ഇറാൻ നടത്തുന്നുമുണ്ട്. ഏത് നിലയിലാണ് ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം ഏത് നിലയിലാണ് ഐസൺ? വിനോദ്, ഏറ്റവും ഗൗരവമുള്ളൊരു സാഹചര്യം നമുക്ക് മുന്നിലുള്ളത്, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സിറ്റുവേഷൻ റൂം ചർച്ച, അതായത് യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളുണ്ട്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു ചർച്ചയുണ്ടായതായി വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അത് നേരത്തെ ഈ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ 1-2 ദിവസത്തെ സംഘർഷം നടന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അതീവ ഗൗരവമേറിയ ഒരു ചർച്ച ട്രംപ് നടത്തുകയും ചെയ്തത്. അത്തരത്തിൽ ഔദ്യോഗികമായത് റിപ്പോർട്ടുകളൊന്നും വന്നില്ലെങ്കിലും വാർത്തകൾ അത് കൃത്യമായി പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷം തുടർച്ചയായി എല്ലാ ദിവസവും ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക്, നമുക്കറിയാവുന്നതാണ്, നേരത്തെയൊക്കെ അതിശക്തമായ ആക്രമണം, ഓവർനൈറ്റ് സ്ട്രഗിളൊക്കെ നടത്തിയ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന സൂചന ലഭ്യമാകുന്ന പല പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മിസൈൽ ലോഞ്ച് സ്റ്റേഷനുകളുണ്ട്. ആ ലോഞ്ചിങ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ കൃത്യമായ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 2 റിപ്പോർട്ടുകളാണ് US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിച്ചത്. അതൊന്ന് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ വിക്ഷേപണ കേന്ദ്രങ്ങളിലും ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് ഒന്നാമത്തെ റിപ്പോർട്ട് വന്നത്. അത് ഏതാണ്ട് പുലർച്ചെ 3 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 3 മണിയോടുകൂടിയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. മറ്റൊരു നിർണായക വിശദീകരണം കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, ഖർഗ് ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ച, അതായത് അമേരിക്കയുടെ ഉപരോധം, ഇറാൻ്റെ പോർട്ടുകളിലേക്ക് കടക്കരുത് എന്ന അമേരിക്കയുടെ ഉപരോധം സെൻട്രൽ കമാൻഡ് നടപ്പാക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായൊരു കപ്പൽ ഖർഗ് ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ആ കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. അതായത് ക്യുറോസൗ പതാക വഹിച്ച MT ബെൽമ എന്ന് പറയുന്ന ഒരു കപ്പൽ, ഒരു ടാങ്കർ കപ്പലാണ്, ഒരു ഷേഡോ കപ്പലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷേഡോ കപ്പലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ മറികടന്ന് പല രാജ്യങ്ങളിലേക്കും എണ്ണ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന കപ്പലുകളാണ്. ഈ കപ്പലുകൾ ഇത്തരത്തിൽ ക്യുറോസൗ എന്ന് പറയുന്ന കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ അല്ലെങ്കിൽ ഒരു സ്വയംഭരണ പ്രദേശമായ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തൊരു കപ്പലാണ് എത്തിയിരിക്കുന്നത്. ആ എത്തിയ കപ്പലിന് നേരെ ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടുകളും ഔദ്യോഗികമായി അതിൻ്റെ വിശദീകരണങ്ങളും ഏരിയൽ വീഡിയോഗ്രാഫി എല്ലാം തന്നെ കൃത്യമായി നൽകുകയും ചെയ്തിട്ടുണ്ട് US സെൻട്രൽ കമാൻഡ്. ഇത്തരത്തിലുള്ളൊരു നീക്കം, അതായത് വീണ്ടും ഖർഗ് ദ്വീപിലേക്കുള്ള നീക്കങ്ങളെല്ലാം തന്നെ തടഞ്ഞ IRGCയെ ദുർബലമാക്കുന്നതിനുള്ള നിരവധിയായ നീക്കങ്ങൾ, സാമ്പത്തികമായി ദുർബലമാക്കുന്നതിനുള്ള നിരവധിയായ നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിശക്തമായ ആക്രമണം ഉണ്ടാകുന്നു. US-ൽ ഇത് സംബന്ധിച്ച് അടിയന്തര യോഗങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വലിയൊരു ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇറാനിലുള്ളത്. അതെ, വലിയ പോരാട്ടമാണ് ഇറാന് നേരെ അമേരിക്ക നടത്തുന്നത്. ശക്തമായി അമേരിക്ക സൈനിക നടപടി കടുപ്പിക്കുമ്പോൾ ഇറാൻ പ്രകോപനം നിർത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും പശ്ചിമേഷ്യ സംഘർഷ ഭരിതം തന്നെയാണ്, കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമാധാനം ഇനിയും ഒരുപാട് അകലെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.